അവർ ആദ്യം തന്നെ പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഡോക്ടർ പറഞ്ഞ ഈ തുന്നേണ്ട ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരണമെങ്കിൽ 18,000 രൂപ എൻ്റെ ഫീസാവുന്നതെന്ന് പറഞ്ഞത്. ഈ 2 സ്റ്റിച്ചിടാൻ വേണ്ടിയിട്ട് 18,000 രൂപ ഫീസാവുന്നതെന്ന് എൻ്റെ മരുവൻ ഈ കുഞ്ഞിൻ്റെ അച്ഛനോട് പറഞ്ഞത്. എന്നപാട് ഓൻ ചോദിച്ചു, ഓൻ പുറനാട്ടിലായതുകൊണ്ട് ഓൻ ഈ കുറച്ച് ഭാഷയിൽ ചെറിയ പ്രശ്നമുണ്ട്, മലയാളമെല്ലാം അറിയെങ്കിലും ഓനിങ്ങനെ പറയും പിടിക്കെല്ലാം ചെയ്യും. അപ്പോൾ ഓൻ ചോദിച്ചത് എൻ്റെ കുഞ്ഞാ വലുതോ നിങ്ങളെ പണാ വലുതോ എന്ന് ഓനെന്നോട് ചോദിച്ചത്. പിന്നെ ഈ സംഭവിച്ചവിടെ അവൻ അവിടുന്ന് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും എൻ്റെ കുഞ്ഞിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കണ്ണൂർ എത്തിയിട്ട് തിരിച്ചിവിടെ വരുമെന്ന് പറഞ്ഞിട്ടാണ് അവനന്ന് പെട്ടത്. 5-ാം തീയതി രാവിലെയാണ് ഒരു 9:30 മോൻ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് വീണിട്ട് പോയി. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് അവർ കാറും എടുത്തിട്ട് മാതമംഗലം ജനകീയ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അപ്പോൾ ചോര നല്ലോണം അവിടുന്ന് പോകുന്നതുകൊണ്ട് ഡോക്ടർ അവിടുന്ന് ലേശം ഇതായി. അതുകൊണ്ട് അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ പയ്യന്നൂരേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ചെറുങ്ങനെ ഒട്ടിച്ചിട്ട് പയ്യന്നൂരേക്ക് വിടുകയാണ് ചെയ്തത് കുട്ടീനെ. അപ്പോൾ പയ്യന്നൂർ ഒരു 11:30 പയ്യന്നൂർ എത്തുന്നു. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പയ്യന്നൂർ എത്തുന്നു. അവിടെ എത്തി അവിടെ കുട്ടികളെ അവർ നോക്കിയിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് അത് കഴിഞ്ഞ് അവർ പെട്ടെന്ന് നഴ്സുമാർ വന്നിട്ട് പറഞ്ഞു, കുട്ടിക്ക് ഒരു വെള്ളമോ കാര്യമോ ഒന്നും കൊടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞ പ്രകാരം അവരൊന്നും കൊടുക്കാണ്ട് കുട്ടീനെ എടുത്തിട്ട് അവിടെ ഇരുന്നു. 11:30 വരെ ഈ കുട്ടിക്കൊന്നും കൊടുക്കാനും പറ്റില്ല. കുട്ടി വരെ കരച്ചിലും ഇതായിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ 3:30 ഈ മറ്റേ ഡോക്ടർ വരുന്നു, മറ്റേ അനസ്തേഷ്യയുടെ ഡോക്ടർ വരുന്നു. ആ ഡോക്ടർ വരലും അപ്പോൾ വേറെ ഒരു ഡോക്ടറും കൂടി ഉണ്ട്, പ്ലാസ്റ്റിക് സർജൻ്റെ ആ ഡോക്ടറുണ്ട്, വേറെ ഒരു ഡോക്ടറും കൂടി ഉണ്ട്, സർജനും ഉണ്ട്. അങ്ങനെ 3 ആൾ കൂടിയിട്ടാണ് ഇതിൻ്റെ എല്ലാ പരിപാടിയും റെഡിയാക്കിയത്. അവർ 3 ആളും കൂടിയിട്ടാണ് ഇത് ചെയ്തത്. എന്നോട് അനസ്തേഷ്യയുടെ ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ, കുട്ടീനെ എടുത്തിട്ട് അമ്മ ഉള്ളിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഉള്ളിലേക്ക് കയറി മടിയിൽ കിടത്താൻ പറഞ്ഞു. മടിയിൽ കിടത്തിയ ഉടനെ തന്നെ കുട്ടീരെ എടുത്തു ഭാഗത്ത് കഴിക്കാമെന്ന് പെട്ടെന്നൊരു ഇഞ്ചക്ഷൻ അങ്ങ് കൊടുത്തത്. ഇഞ്ചക്ഷൻ കൊടുത്ത ഉടനെ കുഞ്ഞ് കണ്ണും മേലോട്ടാക്കിയിട്ട് ആ ബോധം ആ സമയത്ത് തന്നെ പോയിനി. അപ്പോൾ അത് ആണ് അവിടെ അന്നേരം നടന്നിട്ടുള്ളത്. പിന്നെ പറഞ്ഞാൽ കുട്ടീരെ താടിക്കാണെങ്കിൽ മുറി ഇപ്പം നമ്മൾ കാണുമ്പോൾ ഇവിടെ ഒരു മുറിയേ ഇല്ല, ഒരു ചെറിയൊരു സൂചിയുടെ മുറി മാത്രമാണ് താടിക്കുള്ളത്. ഇത്രയും ഈ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ അനാസ്ഥ ഉണ്ടായ വകയിൽ അതിന് വേണ്ടുന്ന നടപടിയും കാര്യങ്ങളെല്ലാം സ്വീകരിക്കാൻ വേണ്ടി എല്ലാ അധികൃതരോടും പറയണമെന്നാണ് മീഡിയക്കാരോടെല്ലാം നമുക്ക് പറയാനുള്ളത്. പ്ലാസ്റ്റിക് സർജറി നടത്തണമെന്ന് ആശുപത്രിക്കാർ ഇങ്ങോട്ട് പറയും. ഡോക്ടർ പറഞ്ഞിന്, ഡോക്ടറുണ്ട് അവിടെ. എന്നാലേ കുട്ടിക്ക് വലുതായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കല പോകില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ അതിനുശേഷം ഇങ്ങനെ കുട്ടിക്ക് പ്രശ്നം ഉണ്ടായതിനു ശേഷം മാനേജ്മെൻറ്റ് അവിടുത്തെ ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ നിങ്ങളെന്തിനാ ഒപ്പിട്ട് കൊടുത്തത്, അങ്ങനെ രീതിയിൽ സംസാരിച്ചു? അവർ ആദ്യം തന്നെ പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഡോക്ടർ പറഞ്ഞ ഈ തുന്നേണ്ട ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരണമെങ്കിൽ 18,000 രൂപ എൻ്റെ ഫീസാവുന്നതെന്ന് പറഞ്ഞത്. ഈ 2 സ്റ്റിച്ചിടാൻ വേണ്ടിയിട്ട് 18,000 രൂപ ഫീസാവുന്നതെന്ന് എൻ്റെ മരുവൻ ഈ കുഞ്ഞിൻ്റെ അച്ഛനോട് പറഞ്ഞത്. എന്നപാട് ഓൻ ചോദിച്ചു, ഓൻ പുറനാട്ടിലായതുകൊണ്ട് ഓൻ ഈ കുറച്ച് ഭാഷയിൽ ചെറിയ പ്രശ്നമുണ്ട്, മലയാളമെല്ലാം അറിയെങ്കിലും ഓനിങ്ങനെ പറയും പിടിക്കെല്ലാം ചെയ്യും. അപ്പോൾ ഓൻ ചോദിച്ചത് എൻ്റെ കുഞ്ഞാ വലുതോ നിങ്ങളെ പണാ വലുതോ എന്ന് ഓനെന്നോട് ചോദിച്ചത്. പിന്നെ ഈ സംഭവിച്ചവിടെ അവൻ അവിടുന്ന് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും എൻ്റെ കുഞ്ഞിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കണ്ണൂർ എത്തിയിട്ട് തിരിച്ചിവിടെ വരുമെന്ന് പറഞ്ഞിട്ടാണ് അവനന്ന് പെട്ടത്. ഒന്നും ചോദിച്ചില്ല. ഇവർ ഒന്നും വെള്ളം കൊടുക്കാൻ പാടില്ല, ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവർ പണം മാത്രം അവരുടെ ലക്ഷ്യം, വേറെ ഒന്നുമല്ല അവർ ചെയ്തു. കുഞ്ഞിനെ മയക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഇത് കൊടുക്കുന്നുണ്ട് പറഞ്ഞു. കൊടുക്കുന്നുണ്ടെന്നേ പറഞ്ഞിട്ടു. വേറെ കുട്ടീനെ പറ്റി ഒന്നും അന്വേഷിച്ചില്ല. കുട്ടി മാസം തികയാതെ പ്രസവിച്ച കുട്ടിയാണ്. ഒന്നും ഇവര് ചോദിച്ചില്ല. അതൊന്നും ഇവര് പറഞ്ഞതാണ് പ്രീപെയ്ഡ് ബേബിയാണ്. അപ്പോൾ അത്യാവശ്യം ഒരു 3 വയസ്സുള്ള കുട്ടി മാത്രമേ കൂടെ പിന്നെ അനുസരിച്ച് കൊടുക്കുന്നുള്ള ഡോക്ടർ പറഞ്ഞത് എന്നോട്. അപ്പോൾ നമ്മളൊരു കസിനും ഡോക്ടറാണ് ഇവിടെ ഇല്ല. അപ്പം 3 വയസ്സുള്ള കുട്ടിക്കെങ്കിലും മിനിമം ചെറിയൊരു ഇതിലാണ് ഡോസിലാണ് അനസ്തേഷ്യ കൊടുക്കാറുള്ളത് പോലും. അപ്പം ഇതിപ്പം പ്രീമച്യൂർഡ് ബേബിയാണ്, മാത്രമല്ല 1.5 വയസ്സുള്ള ബേബിയാണെന്ന് ഇവർക്ക് അറിയാം.
പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഇതിൽ ഡോസിൽ അനുസരിച്ച് കൊടുത്തതാണെന്നാണ് ഞങ്ങളുടെ ചോദ്യം. കാരണം ഇല്ല, അവരെ സൈഡിൽ മാത്രമല്ലേ പറയുന്നുള്ളൂ. അവരുടെ സൈഡിൽ ന്യായം മാത്രമേ പറയുന്നുള്ളൂ. അവർ മറ്റുള്ളവരൊന്നും പറയുന്നില്ലല്ലോ. ബാക്കി അവർ തന്നെയാണല്ലോ ഞങ്ങൾ ഇവിടത്തേക്ക് അയച്ചത്. അപ്പോൾ അതിലിടുന്നാണ് അവരെ പിന്നെ ഫോൾട്ട് മനസ്സിലാക്കിയിട്ട് അവർ തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് അയച്ചത്. പിഴവ് സംഭവിച്ചു. കാരണം അവരെ ഭാഗത്തു നിന്നുള്ള കുറച്ച് പിന്നെ ഡോസ് കൂടിപ്പോയ കാര്യം അവർ സംഭവിച്ചല്ലോ. നമ്മുടെ അതിൻ്റെ പ്രൂഫുണ്ട്, ഓഡിയോ പ്രൂഫുണ്ട് അതിൻ്റെ. ഒരു ഡോക്ടർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മറ്റ് ഡോക്ടർമാരും ആശുപത്രിയുടെ മാനേജ്മെന്റ്